ഇന്നത്തേത് ഗിറ്റിന്റെ സെക്കൻഡ് ട്യൂട്ടോറിയൽ ആണ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഗിറ്റിന്റെ ബേസിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഗിറ്റ് ഇഗ്നോർ ഫയൽ, അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സ്റ്റേജിങ് അൺസ്റ്റേജിങ് എന്താണ്, അതിന്റെ ചേഞ്ചസ് എങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, എങ്ങനെയാണ് ഒരു ഗിറ്റ് ഹിസ്റ്ററി നമുക്ക് കാണാൻ വേണ്ടി പറ്റുക, നമ്മുടെ കമ്മിറ്റ് ഹിസ്റ്ററി ആണെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഫയൽ അൺസ്റ്റേജ് ചെയ്യാൻ പറ്റുക, ഒരു ഫയൽ ഡിസ്കാർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രീവിയസ് വേർഷനിലേക്ക് റീസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്. ഈ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഗിറ്റ് ഇഗ്നോർ ഫയൽസിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രൊജക്റ്റില് ചില ഫയൽസ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് ഒക്കെ അത് ഗിറ്റ് ട്രാക്ക് ചെയ്യേണ്ട, നമുക്ക് കമ്മിറ്റ് ചെയ്യേണ്ട, അങ്ങനത്തെ കുറച്ച് ഫയൽസ് ഉണ്ടാവും അല്ലെ. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഫയൽസ്, ഇപ്പം നമ്മുടെ ഡാറ്റാബേസിന്റെ കണക്ഷൻ സ്ട്രിങ്, നിങ്ങളുടെ API കീസോ പാസ്വേഡ്സോ അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സെൻസിറ്റീവ് ഡാറ്റയാണ്, ഇത് നമുക്ക് ഷെയർ ചെയ്യേണ്ട. അപ്പം എന്തെങ്കിലും ഒരു ആക്സിഡന്റലി നമ്മൾ ഇത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവിടെ ഒരു സെക്യൂരിറ്റി വൾനറബിലിറ്റി ജനറേറ്റ് ചെയ്യൂലേ. സോ ഈ ഒരു ഫയലിനെ നമുക്ക് എങ്ങനെ കമ്മിറ്റ് ചെയ്യാതിരിക്കാം, എങ്ങനെ നമുക്ക് ആ ഒരു ഗിറ്റ് ട്രാക്ക് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ റിയാക്ട് പ്രൊജക്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഫയൽസ് അത് നമ്മുടെ പ്രൊജക്റ്റിൽ മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബിൽഡ് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ടെമ്പററി ഫയൽസും എക്സിക്യൂട്ടബിൾ ഫയൽസ് ഒക്കെ ആയിരിക്കും, അതായത് കോഡ് കമ്പൈലേഷന്റെ ഒക്കെ പാർട്ടായിട്ട്. അതൊന്നും നമ്മുടെ ഒരു ലോക്കൽ എൻവയോൺമെന്റിന് മാത്രമേ അത് ബിൽഡ് എൻവയോൺമെന്റിന് അത് ആവശ്യം ഉണ്ടാവുള്ളൂ. അത് റെപ്പോസിറ്ററിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡെവലപ്പേഴ്സിനൊന്നും അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നോഡ് മോഡ്യൂൾസ് ഫോൾഡർ, ടാർഗറ്റ്, ബിൽഡ് ഫോൾഡേഴ്സ് ഒക്കെ. പിന്നെ എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്പെസിഫിക് ആയിട്ട് വരുന്ന ചില ഫയൽസ് ഉണ്ടാവും. ഇപ്പോൾ വിൻഡോസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ thamstore.db ഒക്കെ ഇല്ലേ. പിന്നെ നിങ്ങളുടെ IDക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഫയൽസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ എൻവയോൺമെന്റ് വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പൊ .idea, .vs കോഡ്, ഇതൊക്കെ ഈ ഫയൽസ് ഫോൾഡേഴ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആക്ച്വലി കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഗിറ്റ് ട്രാക്ക് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അപ്പം അതുപോലെ നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലോഗ് ഫയൽസ്, എക്സാമ്പിൾ എറർ ലോഗിന്റെ ഒക്കെ ഫയൽസ്, ടെമ്പററി ഡാറ്റ ഫയൽസ് ഒന്നും ഇതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. സോ നമ്മൾ ഒരു ഗിറ്റ് ഇഗ്നോർ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഗിറ്റ് ഇഗ്നോർ ഫയൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഫയൽ ആണ്. അവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രൊജക്റ്റിന്റെ റൂട്ട് ഫോൾഡറിലാണ് നോർമലി ഇത് പ്ലേസ് ചെയ്യുന്നത്. റൂട്ട് ഫോൾഡറിൽ സബ് ഡയറക്ടറിയിൽ പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ അത് ആ സബ് ഡയറക്ടറിക്ക് സ്പെസിഫിക് ആയിട്ട് അത് ആക്ട് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നിങ്ങൾ റൂട്ട് ഡയറക്ടറിയിൽ തന്നെ പ്ലേസ് ചെയ്യാം. ഇനി ഈ ഒരു ഫയലിന്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട ഫയൽസ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് ആണ് ഇതിന്റെ ഉള്ളിൽ ലിസ്റ്റ് ചെയ്യുന്നത്. വൺസ് നമ്മളൊരു ഈ ഒരു ഡയറക്ടറീസും ഫയൽസും ഈ ഒരു ഗിറ്റ് ഇഗ്നോർ ഫയലിന്റെ ഉള്ളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു കമാൻഡ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, പീരിയഡ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് ഗിറ്റ് ഫയൽസ് ആഡ് ചെയ്യുന്നത് സ്റ്റേജിങ് ഏരിയയിലേക്ക്, പ്രീവിയസ് വീഡിയോയിൽ കണ്ടില്ലേ. ഇപ്പൊ ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ എല്ലാ ഫയൽസും സ്റ്റേജിങ് ഏരിയയിലേക്ക് മൂവ് ആവും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ ഗിറ്റ് ഇഗ്നോർ ഫയലിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡീറ്റെയിൽസ് സ്റ്റേജിങ് ഏരിയയിലേക്കും പോവില്ല, ഫൈനലി ആ സ്നാപ്ഷോട്ട് കമ്മിറ്റ് ആവുകയോ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, റെപ്പോസിറ്ററിയിലേക്ക് പോകില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഇപ്പൊ നമ്മൾ സ്റ്റാറ്റസ് എടുക്കുകയെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഗിറ്റ് സാധാരണ നമ്മളൊരു പുതിയ ഫോൾഡറോ ഫയലോ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗിറ്റ് അൺട്രാക്ട് ഫയൽസ് ആയിട്ട് ഈ ഒരു ഫയലിനെ കാണിച്ചു തരൂലേ. പക്ഷെ ഇങ്ങനെ ഇഗ്നോർ ഫയൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺട്രാക്ട് ഫയൽസിന്റെ അണ്ടറിലും ഇത് ഡിസ്പ്ലേ ചെയ്യൂല. പിന്നെ അപ്പൊ റിക്വയർമെന്റും എന്താണ് ഈ ഒരു ഫയലിനും നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഈ ഫയലിൽ നമുക്ക് നെയിം ഒന്നും ഉണ്ടാവില്ല. .git ignore എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ, നോർമൽ നമ്മുടെ TXT ഒക്കെ പോലെ അതിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ട്രാക്ക് ചെയ്യുന്ന ഫയൽസിനെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമാൻഡ് git ls - files നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫയൽ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ലോഗ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സിസ്റ്റത്തിലെ ലോഗ്സ് ഒന്നും നമ്മൾ റിപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഗിറ്റ് അതിനെ ഇഗ്നോർ ചെയ്യണമെന്ന്. സോ ഒരു ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു ഫോൾഡറിന്റെ അകത്തേക്ക് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു app.log എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഒരു എക്കോ കമാൻഡ് കൊടുക്കുവാണ്. അതിൻ്റെ അകത്തേക്ക് പ്രോജക്ട് ലോഗ്സ് എന്തെങ്കിലും ആഡ് ചെയ്യാം. നോർമൽ ടെക്സ്റ്റ് ഒരു ഫയൽ ആഡ് ചെയ്തു. ഇനി ഞാനൊന്ന് സ്റ്റാറ്റസ് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ഈ app.log ഈ ഒരു ഫോൾഡറും ഫയലും ഇപ്പം പുതിയതായിട്ട് ഞാൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ഫോൾഡർ
സ്പെസിഫൈ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് അതിൻ്റെ അകത്തേക്ക് വരാതിരുന്നത്. ക്ലിയർ ചെയ്തിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് എടുക്കാം. നിങ്ങൾ ഈ ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതായത് നമ്മൾ ഈ ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തതാണല്ലേ, അതുകൊണ്ട് എന്താ പറയുക, ഗിറ്റ് ഇതിൽ ട്രാക്ക് ചെയ്യില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു അൺട്രാക്ക് ഫയൽസിന്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഫയൽസിന് എനിക്ക് എന്താ പറയുക, ഇപ്പൊ ഞാൻ ഗിറ്റ് ഡോട്ട് ആഡ് കൊടുത്തെന്ന് വിചാരിച്ചു, അപ്പൊ എന്ത് ചെയ്യും, അത് സ്റ്റേജിങ് ഏരിയയിലേക്ക് മൂവ് ആയിപ്പോ ആക്സിഡന്റലി അങ്ങനെ മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ എനിക്കിത് ഒരിക്കലും കമ്മിറ്റ് ചെയ്യണ്ട. ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ ഇഗ്നോർ ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗിറ്റ് ഇഗ്നോർ ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ടച്ച് കമാൻഡ് യൂസ് ചെയ്തിട്ടോ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഗിറ്റ് ഈ നെയിം ഇങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ, ഗിറ്റ് ഇഗ്നോർ. ഇനി ഞാൻ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഈ ഒരു ഗിറ്റ് ഇഗ്നോർ ഫയലിനെ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഫോൾഡേഴ്സും ഫയൽസും ഏതൊക്കെയാണോ ഗിറ്റ് ഇഗ്നോർ ചെയ്യേണ്ടത് അതിനെ കൊടുക്കാം കേട്ടോ. ഇപ്പം ഫോൾഡർ ആണ് നമുക്ക് ഈ ലോഗ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിൽ അതിന്റെ ഒരു ഫയലിനെ നമുക്ക് ആ ഫോൾഡറിനെയും ഫയലിനെയും കമ്മിറ്റ് ചെയ്യേണ്ട. സോ നമുക്ക് ഫോൾഡേഴ്സ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലോഗ് സ്ലാഷ് അല്ലെങ്കിൽ ഫോൾഡർ നെയിം സ്ലാഷ് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഒരു ഫോൾഡേഴ്സിന്റെ ഉള്ളിലല്ല ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനുള്ള എല്ലാ ഫയൽസിനെയും ഇഗ്നോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ മാച്ചിങ് സ്റ്റാർ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്റ്റൻഷൻ ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് ആണ് ഡോട്ട് JS ഏത് എക്സ്റ്റൻഷനിലുള്ള ഫയൽസിനാണോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ എക്സ്റ്റൻഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഫയലിനെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഫയലിനെയും മൈലും കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അത് മൾട്ടിപ്പിൾ വേയിൽ നമുക്ക് ഈ ഒരു ഫയലിലെ കണ്ടന്റ് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടന്റ് എഴുതി, ഞാനിത് സേവ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുവാണ്. ക്ലോസ് ചെയ്ത് തിരിച്ച് നമ്മുടെ ഒരു ബാഷിലേക്ക് വന്നിട്ട് ഒന്നും കൂടെ സ്റ്റാറ്റസ് എടുത്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗിറ്റ് ഇഗ്നോർ ഫയൽ മാത്രമേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ കംപ്ലീറ്റ് ആയിട്ട് പോയി. അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ഈ ഒരു ഇനി നമ്മൾ ഒരിക്കലും എന്താ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഗിറ്റ് അതിന്റെ പ്രോസസ്സിംഗ് ടൈമിൽ ഈ ഒരു ലോഗ്സ് ഫോൾഡറിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. ഇനി ഞാൻ ആക്സിഡന്റലി ഈ ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞ ഡോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും എഗെയിൻ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗിറ്റ് ഇഗ്നോർ ഫയൽ പ്രീവിയസ്ലി അൺട്രാക്ട് ഫയലാണ്, നമ്മളത് സ്റ്റേജിങ് ഏരിയയിലേക്ക് മൂവ് ചെയ്തിട്ടില്ല. ആഡ് കൊടുത്തപ്പം അത് സ്റ്റേജിങ് ഏരിയയിലാണ്. ഈ ഒരു ഒറ്റ ഫയലേ ഇപ്പൊ സ്റ്റേജിങ് ഏരിയയിലുള്ളൂ. ഇത് നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇത് കമ്മിറ്റ് ചെയ്യാം. അതായത് ഗിറ്റ് കമ്മിറ്റ് ഗിറ്റ് ഇഗ്നോർ ലോഗ് ഫയൽസ് എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ഫയലിനെ ഇഗ്നോർ ചെയ്തു. ഇവിടെ നമ്മൾ ആഡ് ഡോട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കമ്മിറ്റിന്റെ ലോഗ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കാണാം നമ്മുടെ ഈ ഒരു ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ കമ്മിറ്റ് ആയിട്ടില്ല അല്ലെ. ഇനി ഞാനിത് ക്ലിയർ ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോ ആക്സിഡന്റലി ഒരു ഫയല് അത് നമുക്ക് കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കമ്പൈൽഡ് ചെയ്തിരിക്കുന്ന ഫയല് അറിയാതെ നമ്മൾ സ്റ്റേജിങ് ഏരിയയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ കമ്മിറ്റ് ആവും. അതുപോലെ ഇപ്പൊ എക്സാമ്പിൾ ബിൽഡ് വരുന്ന ഫോൾഡർ ഒക്കെയാണ് നമ്മൾ കമ്മിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ പ്രാവശ്യം ആ ബിൽഡ് എക്സിക്യൂട്ടബിൾ പാർട്ട് അതിലേക്ക് ഇപ്പം കമ്പൈൽഡ് വേർഷൻ ബൈനറി ഫയൽസ് വരുന്ന സമയത്തും അത് കമ്മിറ്റ് ആയിക്കൊണ്ടിരിക്കൂലേ. സോ നമ്മുടെ റിപ്പോസിറ്ററിന്റെ സ്പേസ് അൺവാണ്ടഡ് ആയിട്ട് അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും, റിസോഴ്സ് വേസ്റ്റേജ് വരും. സോ ഒരു ഫയല് അത് നമുക്ക് ലോക്കൽ എൻവയോൺമെന്റിൽ ആവശ്യമുണ്ട്, പക്ഷെ സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇപ്പൊ സാധാരണ രണ്ട് സ്ഥലത്തു നിന്നും കൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ git rm കമാൻഡ് കുറച്ച് ലാസ്റ്റ് വീഡിയോയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സ്പെസിഫിക്കലി നമുക്ക് നമ്മുടെ ഒരു ഫയല് അത് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത് സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് മാത്രമാണ്. എന്റെ ലോക്കൽ റെപ്പോസിറ്ററിയിൽ അത് പെർസിസ്റ്റ് ചെയ്യണം, എന്റെ വർക്കിംഗ് ഡയറക്ടറിയിൽ അത് പെർസിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് ഒരു ഫയൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതായത് എനിക്ക് കമ്മിറ്റ് ചെയ്യേണ്ടാത്തൊരു ഫയലായിരുന്നു. ഞാൻ ഫസ്റ്റ് എനിക്ക് dir ഒരു ബിൽഡ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന്റെ അകത്ത് ബൈനറി ഫയൽസ് എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു ബിൽഡിന്റെ അകത്ത് സ്ലാഷ് എന്തെങ്കിലും ഇപ്പൊ ഒരു നോർമൽ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ demo.txt ഈ ഒരു ഫയല് കൊടുത്തു. ഇനി ഞാൻ ഗിറ്റ് ആഡ് ചെയ്തു.
ഇനി ഗിറ്റ് സ്റ്റാറ്റസ് എടുക്കുക. സ്റ്റാറ്റസ് എടുക്കുമ്പോൾ ഇപ്പൊ സ്റ്റേജിങ് ഏരിയയിൽ ഈ ഒരു ഫയല് എന്തായിട്ടുണ്ട്, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഫയല് റിമൂവ് ചെയ്യണം, പക്ഷെ എന്റെ വർക്കിംഗ് ഡയറക്ടറിയിൽ അത് പെർസിസ്റ്റ് ചെയ്യണം. എനിക്ക് എന്റെ ലോക്കൽ സിസ്റ്റത്തിൽ ഈ ഒരു പ്രൊജക്റ്റിൽ ഇത് ആവശ്യമുണ്ട്, പക്ഷെ എനിക്കത് എന്റെ റെപ്പോസിറ്ററിയിലേക്ക് അത് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗിറ്റ് ആർഎം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നോക്കിയത്, അതിന്റെ കൂടെ ക്യാഷ്ടും കൂടെ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ക്യാഷ്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഫയലോ അല്ലെങ്കിൽ ഫോൾഡറോ റിമൂവ് ആവുന്നത് നമ്മുടെ ഈ ഒരു സ്പെസിഫിക് ഈ ഒരു സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് മാത്രമായിരിക്കും, നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്ന് അത് റിമൂവ് ആവില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ അൺസ്റ്റേജ് ചെയ്യേണ്ടത് അത് കൊടുക്കുക കേട്ടോ. എൻ്റെ ഒരു ഫോൾഡറിന്റെ അകത്ത് ഫയലുള്ളതുകൊണ്ട് നമ്മൾ റിക്കേഴ്സിവലി കൊടുക്കണം. അതുകൊണ്ടാണ് -6. ഇനി അഗെയിൻ നമുക്ക് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് അൺട്രാക്ക്ഡ് ഫയൽസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അൺട്രാക്ക്ഡ് ഫയൽസിൽ വന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു മറ്റേ ഗിറ്റ് ഇഗ്നോർ ഫയലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ നെക്സ്റ്റ് ഡേ നമ്മൾ അറിയാതെ ഗിറ്റ് ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കുള്ളൂ. സോ എക്കോ ബിൽഡ് ഡയറക്ടറി /ignore. ഒന്നെങ്കിൽ നിങ്ങൾക്ക് VS കോഡിൽ പോയി ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്ത പോലെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി അഗെയിൻ നമ്മൾ സ്റ്റാറ്റസ് കൊടുക്കാം. ഇനി നമ്മൾ ഒന്നും കൂടെ ഗിറ്റ് സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ഒരു ഗിറ്റ് ഇഗ്നോറിന്റെ ഫയല് മോഡിഫൈ ചെയ്തിട്ടുണ്ടല്ലോ, അതായത് നമ്മുടെ ബിൽ ഫോൾഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ വന്നിട്ടുള്ളൂ. ബിൽ ഫോൾഡർ ഇപ്പൊ അൺട്രാക്ട് ഫയൽസ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഗിറ്റ് അതിന് ഇഗ്നോർ ചെയ്ത് അൺട്രാക്ട് ഏരിയയിൽ നിന്നും റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, അതായത് നമ്മൾ സാധാരണ ഗിറ്റ് സ്റ്റാറ്റസ് കമാൻഡ് ഇപ്പൊ എന്റെതിനകത്ത് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല, കണ്ടോ, നത്തിങ് ടു കമ്മിറ്റ്, വർക്ക് സ്പേസ് ഇസ് ക്ലീൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യാം. ഇപ്പോ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമാൻഡ് കാണിക്കാൻ വേണ്ടി കേട്ടോ. സോ ഞാന് എക്കോ console.logo ഹൈ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ഫയലല്ലേ ഉള്ളൂ, അപ്പൊ അതിന്റെ പാർട്ടായിട്ട് അപ്പൻഡ് ചെയ്യാനാണ് file.jsp ഒരു പുതിയ ലൈനും കൂടെ ആഡ് ചെയ്തു. ഇനിയും നമുക്ക് ഒരു ഫയല് കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടെ സ്റ്റാറ്റസ് എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ടേ കമ്മിറ്റ് ചെയ്യാവുള്ളൂ. കാരണം ഏതൊക്കെ ഫയൽസ് ആണ് നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയണം. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു ഫയൽ അറിയാതെ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അൺസ്റ്റേജ് ചെയ്തിട്ട് വേണം കമ്മിറ്റ് ചെയ്യാൻ. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ലൈക്കിന്റെയും കമന്റിന്റെയും കൂടെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞില്ലേ, അതായത് ഒരു ഫീച്ചർ ഇൻ പ്രോഗ്രസ്സിലാണ്, മറ്റേ ഫീച്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഫീച്ചറിന്റെ കംപ്ലീറ്റ് ഫിനിഷ് ആയിരിക്കുന്ന ഫീച്ചറിന്റെ ഫയൽസും ഡിപ്പെൻഡൻസീസും മാത്രമേ കമ്മിറ്റ് ചെയ്യാവുള്ളൂ എന്ന്. അപ്പം ഈ ഒരു ഫയല് ഏത് ഫയൽ ആണെന്ന് കമ്മിറ്റ് ചെയ്യുന്നതിനെ പോലെ തന്നെ എന്ത് കണ്ടന്റ് ആണ് നമ്മൾ, അല്ലെങ്കിൽ എന്ത് കോഡാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കൂടെ ഡെവലപ്പർ നോക്കണം. അതായത് ഇപ്പോ ഡെവലപ്മെന്റ് സമയത്ത് നമ്മൾ ഇപ്പൊ PHP എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറെ ഡൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കുറെ അലേർട്ട് മെസ്സേജസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. ജാവാസ്ക്രിപ്റ്റ് കേസിലെ console.log മെസ്സേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതൊന്നും ആക്ച്വലി എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിലേക്കൊന്നും പോകരുത്. അവർക്ക് അൺവാണ്ടഡ് ആയിട്ട് കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവരുടെ എന്താ പറയാ, അവരുടെ ഒരു ബ്രൗസറിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക, ചിലപ്പോൾ സെൻസിറ്റീവ് ഇൻഫർമേഷൻ പോലും അവിടുന്ന് എഗെയിൻ സെക്യൂരിറ്റി വൾനറബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ
അത് കോഡ് റിവ്യൂവർ അത് പിടിച്ചോളും, അല്ലെങ്കിൽ കോഡ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത് കണ്ടുപിടിക്കും. എന്നാലും നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കോഡ് പക്കയാണെന്ന് ഉറപ്പുവരുത്തണം. സോ നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് ഞാൻ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയണം അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഫയല് 2 ഏരിയയിൽ ഉണ്ടാവും. ഒന്ന് സ്റ്റേജ്ഡ് ഏരിയയിൽ ഉണ്ടാവും, രണ്ടാമത്തത് വർക്കിംഗ് ഡയറക്ടറിയിലുണ്ട്. സ്റ്റിൽ അത് ആഡ് ചെയ്തിട്ടില്ല, സ്റ്റേജിങ് ഏരിയയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു പുതിയ ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു നോർമൽ ടെക്സ്റ്റ് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഹായ് അനു എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് കൊടുക്കുവാണ്. എന്താ പറയാ, ഡെമോ ഡോട്ട് ഒരു TXT ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് LS എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഫയൽ ഡോട്ട് JS ലോഗ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഫയൽ ഡോട്ട് JS ഉണ്ട്, അതുപോലെ തന്നെ ഡെമോ ഡോട്ട് TXT ഫയലും ഉണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ ഗിറ്റ് സ്റ്റാറ്റസിന്റെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അൺട്രാക്ഡ് ആയിട്ടുള്ള ഒരു ഫയലും ഉണ്ട്, ട്രാക്ഡ് ആയിട്ടുള്ള ഫയലും ഉണ്ട്. അപ്പം നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഫയൽ ഏതായിരിക്കും? നമ്മൾ ഈ ഒരു ഇപ്പൊ നമ്മൾ സ്റ്റേജിങ് ഏരിയയിലേക്ക് ഇതിനെ മൂവ് ചെയ്തിട്ടില്ല, ഗിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേജിങ് ഏരിയയിലേക്ക് മൂവ് ചെയ്യുള്ളൂ. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആ ഫയൽ ഡോട്ട് JSനെ മാത്രം സ്റ്റേജിങ് ഏരിയയിലേക്ക് ഇടാം. ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ ഗിറ്റ് സ്റ്റാറ്റസ് എടുത്ത് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഞാൻ ഈ ഒരു ഫയൽ ഡോട്ട് JSനെ കമ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ അറിയില്ല ഞാൻ എന്താ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഡെമോ ഡോട്ട് TXT ഫയൽ കമ്മിറ്റ് ആവില്ല, കാരണം അത് അൺട്രാക്ട് ഫയലിലാണ് കിടക്കുന്നത്. മോഡിഫൈഡ് ആണെങ്കിലും എന്താ പറയാ അൺട്രാക്ട് ആണെങ്കിലും അത് കമ്മിറ്റ് ആവില്ലല്ലോ. സ്റ്റേജിങ് ഏരിയയിലുള്ളത് മാത്രമേ കമ്മിറ്റ് ആവുള്ളൂ. അപ്പം ഒരു ഡെവലപ്പർ എന്ന രീതിയിൽ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അറിയേണ്ടത് ഞാൻ എന്താണ് കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്, എന്ത് കണ്ടന്റ് ആണ് കമ്മിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ നമുക്കിത് 2 വിധത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വിഷ്വൽ ടൂൾസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾ വിൻമെർജ്, പീപ്പോ മെർജ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ ടൂൾസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഇത് ടെർമിനൽ ത്രൂ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കമാൻഡ്സ് യൂസ് ചെയ്താൽ മതി. ഒന്ന്, നമ്മൾ സ്റ്റേജ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് എനിക്ക് ഒരു ഫയലിന്റെ അറിയേണ്ടത്. സോ ഗിറ്റ് ഡിഫ് കമാൻഡ് യൂസ് ചെയ്യാം. ഗിറ്റ് സ്പേസ് ഡിഫ് സ്പേസ് സ്റ്റേജ്ഡ് എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കാം. ഈ ടെർമിനലിൽ തന്നെ 2 ഇത് ഇൻഡിക്കേറ്റ് ചെയ്യും കേട്ടോ. ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്ലസ് വെച്ചിട്ടും, എന്തെങ്കിലും ഒരു കണ്ടന്റ് ഞാൻ ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മൈനസ് വെച്ചിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയ ഫയലാണ്, പിന്നെ അതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇതിന് എന്താ പറയാ ഒരു പാർട്ടായിട്ടായിരിക്കും കാണിക്കുക. ചങ്ക്സ് എന്ന് പറയും. അതായത് മൊത്തം ഫയലിനെ എടുത്ത് ഇവിടെ കാണിക്കില്ല, നമ്മുടെ മേജർ ചേഞ്ചസിനെ മാത്രം ഇതുപോലെ ചങ്ക്സ് ആയിട്ട് കാണിച്ചു തരും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫയൽ ഡോട്ട് JSലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. നമ്മുടെ ഓൾഡർ, അതായത് ഇപ്പം സ്റ്റേജിങ് ഏരിയയിൽ നമ്മുടെ റിപ്പോസിറ്ററിയിലുള്ള ഫയലും സ്റ്റേജിങ് ഏരിയയിലുള്ള ഫയലും അതാട്ടോ കാണിക്കുന്നത്. ഇത് രണ്ടുമാണല്ലോ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഫയൽ ഡോട്ട് JS നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ചേഞ്ചും നമ്മുടെ ഇപ്പം നമ്മൾ വരുത്തിയിരിക്കുന്ന സ്റ്റേജ് ഏരിയയിലുള്ള ചേഞ്ചും കൂടെ കമ്പയർ ചെയ്തു. ഇത് ഡെമോ ഡോട്ട് TXT അല്ല, നമ്മുടെ സ്റ്റേജിങ് ഏരിയയിലുള്ളതാണ്. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ഹൈ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ലൈൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും അഡീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്ലസ് വെച്ചിട്ടാണ് കാണിക്കുക. ഇനി ഞാൻ ഒരു കോഡ് ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ എന്റെ ടെക്സ്റ്റ് VS കോഡിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്തിട്ടില്ലേ, ഞാൻ ഈ ടെക്സ്റ്റിന്റെ ഈ ഒരു ഇതങ്ങ് റിമൂവ് ചെയ്യുവാണ്, ലൈൻ അങ്ങ് റിമൂവ് ചെയ്യുവാണ്. എൻ്റർ അടിച്ചിട്ട് ഒന്നും കൂടെ ഞാൻ ഈ സെയിം സ്റ്റേജ് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോറി ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഗിറ്റ് ആഡ് കൊടുത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഗിറ്റ് ആഡ് ഫയൽ ഡോട്ട് JS നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രീവിയസ് വീഡിയോയിൽ. അതിന്റെ സ്നാപ്ഷോട്ട് ആ മൊമെന്റിലാണ് ക്രിയേറ്റ് ആവുന്നതെന്ന്. ഡിഫ് എടുത്ത ഇവിടെ കണ്ടോ, നമ്മൾ ടെക്സ്റ്റിനെ ഈ ഒരു കൺസോൾ ഡോട്ട് ലോഗ് മൈനസും വന്നിട്ടുണ്ട് പ്ലസും വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ, ഞാൻ ഈ ഒരു പോർഷൻ, ഈ ഒരു ലൈൻ ഞാൻ റിമൂവ് ചെയ്തു, ഞാനൊരു പുതിയ ലൈൻ ആഡ് ചെയ്തു. അപ്പം എന്തെങ്കിലും ഒരു റിമൂവൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൈനസ് വെച്ചിട്ടും, അത് പുതിയൊരു അഡീഷൻ വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ് വെച്ചിട്ടും ചെയ്യാം. ഇതിപ്പോ എന്റെ ഒരു ചെറിയ ഫയൽ ആയതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഒരു വലിയൊരു ഫയലാണ് അല്ലെങ്കിൽ ഒരുപാട് ഫയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമുക്ക് ഇത് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെങ്കിൽ ഓരോ ഫയലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാഷ് ഇട്ടിട്ട്, ഇപ്പൊ നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, അതുപോലെ ഒരു ഫയലിലേക്ക് സേവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഡോട്ട് ഡിഫ് എക്സ്റ്റൻഷനിൽ വേണം സേവ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഫയലിലാണ് എനിക്ക് എന്റെ ഡിഫ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഡോട്ട് ഡിഫ് എക്സ്റ്റൻഷനിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പ്ലസും മൈനസ് ഒക്കെ ആയിട്ട് കാണിച്ചു തരും. പക്ഷെ വിഷ്വൽ ടൂൾസ് ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത് നിങ്ങളുടെ വിഷ്വൽ സ്റ്റുഡിയോ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ഞാൻ കാണിച്ചു തരാം.
ഇപ്പൊ നമ്മൾ നോക്കിയത് ഒരു സ്റ്റേജ്ഡ് ഫയലിന്റെ കണ്ടന്റ് ചേഞ്ചസ് ആയിരുന്നു അല്ലെ. ഇനി നിങ്ങൾക്ക് അൺസ്റ്റേജ്ഡ് ഫയൽസിന്റെ, അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന demo.txt ഫയൽ അല്ലെ. അപ്പൊ ഇങ്ങനെ അൺസ്റ്റേജ്ഡ് ആയിട്ടുള്ള ഫയൽസ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സ്റ്റേജിങ് ഏരിയയിൽ ഇല്ലാത്ത നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിയിലുള്ള ഫയൽസിന്റെ ചേഞ്ചസ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗിറ്റ് ഡിഫ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊന്നും കൊടുക്കരുത്. എന്റർ അടിക്കാം. ഈ ഒരു ഫയൽ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നത് കൊണ്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. demo.txt ഫയൽ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. ഞാനൊന്ന് ഗിറ്റ് ആഡ് കൊടുത്തിട്ട് അതിനൊന്ന് കമ്മിറ്റ് ചെയ്യുവാണ്. കമ്മിറ്റ് -m ആഡ് ഡെമോ ഫയൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിനെ കമ്മിറ്റ് ചെയ്തു. ഇനി ഞാൻ എഗെയിൻ ഈ ഒരു demo.txt ഫയലിലേക്ക് ഗിറ്റ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫയൽ നെയിം കൊടുക്കുകയാണ്. ഇപ്പൊ എന്താണ്, നേരത്തെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലെ. ഇവിടെ ഡിഫറൻസ് ഒന്നും കാണിക്കാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫയൽ ഫ്രഷ് ആണ്, ഡിപ്പോസിറ്ററിയിൽ ഇല്ല. നമ്മൾ ഫസ്റ്റ് ടൈം പുഷ് ചെയ്യാൻ പോവാണ്. സോ അവിടെ ഡിഫറൻസ് 0 ആയിരിക്കും അല്ലെ. ഇനി ഞാൻ ഈ ഫയലിനെ കമ്മിറ്റ് ചെയ്തു. കമ്മിറ്റ് ചെയ്തിട്ടാണ് പുതിയൊരു ലൈൻ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ എന്താ, എനിക്കൊരു നമ്മുടെ റിപ്പോസിറ്ററിയിൽ ആ ഫയൽ ഉണ്ട്, ഡിഫറൻസ് കാണിക്കാൻ ഉണ്ടാവും. പക്ഷെ ഈ ഫയൽ ഇപ്പം എന്റെ സ്റ്റേജിങ് ഏരിയയിലല്ല ഉള്ളത്. ഇപ്പൊ എവിടെയാ ഉള്ളത്, മോഡിഫൈഡിലാണുള്ളത്. നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഞാനതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു അൺസ്റ്റേജ്ഡ് ആയിട്ടുള്ള ഫയൽസിന്റെ ഡിഫറൻസ്. ഞാൻ പറഞ്ഞു ഗിറ്റ് ഡിഫ് മാത്രം ചെക്ക് ചെയ്താൽ മതി എന്ന്. ഇപ്പൊ demo.txt ഫയൽ കാണിച്ചു. ഓൾറെഡി ഹായ് അതിനും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഗിറ്റ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ലൈനും കൂടെ ഞാൻ ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് സ്റ്റേജ്ഡ്, ഇനി ഗിറ്റ് ക്യാഷ്ഡ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് കേട്ടോ. ഗിറ്റ് ഡിഫ് കമാൻഡ് കഴിഞ്ഞിട്ട് -ക്യാഷ്ഡോ അല്ലെങ്കിൽ -സ്റ്റേജ്ഡോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു ഫയലിന്റെ ഡിഫറൻസ്, അതായത് സ്റ്റേജ്ഡ് ഫയൽസിന്റെ ഡിഫറൻസ് കാണാം. ഇനി ഇത് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഗിറ്റ് ഡിഫ് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺസ്റ്റേജ്ഡ് ഫയൽസിന്റെ കോഡ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഓർത്തിരിക്കുക. അതായത് ബിഫോർ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഡിഫറൻസ് ഒന്നെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ടെർമിനൽ ത്രൂവോ കോഡ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം കമ്മിറ്റ് ചെയ്യാം. ഇനി നമുക്ക് VS കോഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു ഡിഫറൻസ് കാണുന്നതെന്ന് നോക്കാം. അതായത് ഈ ഒരു ടെർമിനലിനേക്കാളും ഒന്നും കൂടെ നിങ്ങൾക്ക് വിഷ്വലി ഈസി ആയിട്ട് മനസ്സിലാവുന്നത് ഈ ഒരു VS കോഡ് ത്രൂ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുവലി ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്യാം. അത് പക്ഷേ കമ്പനീസിലൊന്നും അവർ അലോ ചെയ്യാൻ സാധ്യത കുറവാണ്. ഞാനിത് ക്ലിയർ ചെയ്യുവാണ്. ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇതിനൊരു കോൺഫിഗറേഷൻ, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ യൂസർ ഐഡന്റിറ്റി ഒക്കെ കോൺഫിഗർ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഡീഫാൾട്ട് എഡിറ്റർ ഒക്കെ സെറ്റ് ചെയ്തതുപോലെ നമ്മൾ ഡിഫ് ടൂളും കൂടെ, ഏത് ടൂളാണ് നമ്മൾ ഡീഫാൾട്ട് ആയിട്ട് ഡിഫ് ടൂൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കൊടുക്കണം. അപ്പൊ അതിന് ഫസ്റ്റ് നമ്മളിപ്പോ എന്താ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഡിഫ് ടൂൾ ആയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ ആണ് അല്ലെ. അപ്പൊ ഗിറ്റ് കോൺഫിഗ് കമാൻഡ് യൂസ് ചെയ്യണം. കോൺഫിഗ് ഒബ്ജക്റ്റ് ത്രൂ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ കോൺഫിഗറേഷൻ ഫയലിൽ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതിലേക്ക് വന്നത് സെറ്റ് ആയിക്കോളും. ഗ്ലോബലി ആണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഡിഫ് ടൂൾ സെറ്റ് ചെയ്യാൻ വേണ്ടി diff.tool കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏത് ടൂളാണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. അപ്പൊ എനിക്ക് വിഷ്വൽ സ്റ്റുഡിയോ ആയതുകൊണ്ട് ഞാൻ VS കോഡ് എന്ന് കൊടുത്തു. അപ്പൊ വിഷ്വൽ സ്റ്റുഡിയോ എന്റെ ഡീഫാൾട്ട് എഡിറ്റർ ആയിട്ട് സെറ്റ് ആയി. ഇനി നമുക്ക് ഈ വിഷ്വൽ സ്റ്റുഡിയോ ത്രൂ എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്ത് വരുന്നത്, ആ കമാൻഡ് കൊടുക്കണം. അതായത് എന്റെ ഡിഫ് ടൂൾ ലോഞ്ച് ചെയ്യേണ്ട ഒരു ബാഷ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഡിഫ് ടൂളിനെ ലോഞ്ച് ചെയ്യാൻ പറ്റുക. എഗെയിൻ നമ്മൾ ഈ ഒരു കോൺഫിഗ് ഒബ്ജക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലോബലി ആണ് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്യാം ഡിഫ് ടൂൾ ഡോട്ട്, നമ്മൾ ഓൾറെഡി VS കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ .VS കോഡ് ഡോട്ട് അത് ലോഞ്ച് ചെയ്യേണ്ട കമാൻഡ് cmd. വിഷ്വൽ സ്റ്റുഡിയോ നമ്മൾ കോഡ് വെച്ചിട്ടല്ലേ ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ എഡിറ്ററിനെ ബേസ് ചെയ്തിട്ടിരിക്കും കേട്ടോ. അപ്പൊ വിഷ്വൽ സ്റ്റുഡിയോ ആയതുകൊണ്ടാണ് കോഡ് കൊടുത്തത്. പിന്നെ വെയിറ്റ്, ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുത്തി നമ്മുടെ ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ ക്ലോസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യും ഒരു ഗിറ്റ് ടെർമിനൽ. നെക്സ്റ്റ് നമ്മൾ 2 പ്ലേസ് ഹോൾഡേഴ്സ് കൊടുക്കുക. ലോക്കൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്റ്റേജ് എങ്കിൽ അല്ല, അതായത് നമ്മുടെ റിപ്പോസിറ്ററിയിലുള്ള ഫയലും പിന്നെ റിമോട്ടും, ലോക്കൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിയിലുള്ള ഫയലും, റിമോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ റിപ്പോസിറ്ററിയിലെ ഉള്ള നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയലും. ഇങ്ങനെയാണ് നമ്മൾ ഈ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യുന്നതും ഡിഫ് ടൂളിനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് കൊടുക്കുന്നതും. ഇനി നമുക്ക് ഈ ഒരു
നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം കമാൻഡ് യൂസ് ചെയ്തിട്ട് ഈ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഈ ഒരു ഡിഫറൻസ് കാണാം. ഫസ്റ്റ് നമുക്ക് ഗിറ്റ് ഡിഫിന്റെ കൂടെ ടൂളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താവും, ഈ അൺസ്റ്റേജ്ഡ് ചേഞ്ചസ് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഇപ്പൊ അൺസ്റ്റേജ്ഡ് ആയിട്ട് demo.txt ഫയൽ മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് കാണണമെന്നാണ് ചോദിക്കുന്നത്. മീൻസ് ലോഞ്ച് ചെയ്യണമെന്ന് വിഷ്വൽ സ്റ്റുഡിയോയിൽ യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ VS കോഡ് ലോഞ്ച് ആവും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം വിഷ്വൽ സ്റ്റുഡിയോന്റെ ഒരു വിൻഡോ 2 പാർട്ടീഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇപ്പൊ റെപ്പോസിറ്ററിയിലുള്ള ചേഞ്ചും റൈറ്റ് സൈഡിൽ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചും കാണാം. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ റെഡ് കളറിൽ കാണിക്കും കേട്ടോ. നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിയിൽ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് കോഡിനെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല പുതിയ കോഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്ലസ് ഇട്ടിട്ട് ഗ്രീൻ കളറിൽ കാണിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു റിമൂവ് ചെയ്തിട്ടും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിത് ക്ലോസ് ചെയ്യുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്യും, കാരണം നമ്മൾ വെയിറ്റ് കമാൻഡ് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ ഒരു demo.code demo.txt ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഹായ് അനു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈൻ റിമൂവ് ചെയ്തു. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഗിറ്റ് ആഡ് കൊടുക്കാം കേട്ടോ. അല്ല, ആഡ് കൊടുക്കണ്ട, നമുക്ക് അൺസ്റ്റേജിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, എനിക്ക് ഓപ്പൺ ചെയ്ത് വരണം. ഇനി ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിമൂവ് ചെയ്തിട്ടുള്ളത് റെഡ് കളറിൽ മൈനസ് വെച്ചിട്ട് കാണിക്കും, ആഡ് ചെയ്തിട്ടുള്ള പ്ലസ് സിമ്പിൾ വെച്ചിട്ട് റൈറ്റ് കളറിൽ എന്താ പറയാ ഗ്രീൻ കളറിൽ കാണിക്കും. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഹായ് അനുവിന്റെ അനു മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളെങ്കിൽ ആ പോർഷൻ മാത്രം റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷ്വൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, ഒന്നും കൂടെ ഈസി ആയിട്ട് വിസിബിൾ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോന്റെ ഒരു ഇതെങ്കിലും വെച്ചിട്ട് കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ VS കോഡ് റിമൂവ് ചെയ്തിട്ട് തിരിച്ചുവിടെ വരിക. ഇനി അടുത്ത കമാൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത്, വൺസ് നമ്മൾ ഈ കമ്മിറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻ കേസ് ഫ്യൂച്ചറിൽ നമുക്കൊരു ഇഷ്യൂ വന്നു, ക്ലിയർ ചെയ്യുവാണ്, ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രീവിയസ് കമ്മിറ്റ്സിന്റെ ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കണം. ആര് കമ്മിറ്റ് ചെയ്തു, എപ്പോൾ കമ്മിറ്റ് ചെയ്തു, എന്താണ് അവിടുത്തെ ചേഞ്ചസ് എന്നൊക്കെ ഒന്ന് അറിയണമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹിസ്റ്ററി കമാൻഡ്, അതായത് ഗിറ്റ് ലോഗ് കമാൻഡ് യൂസ് ചെയ്യാം. ഗിറ്റ് സ്പേസ് ലോഗ് എൻ്റർ കൊടുക്കാം. ഇപ്പൊ ഇത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കട്ടെ കാണിക്കുന്നത്. നമ്മുടെ ലേറ്റസ്റ്റ് കമ്മിറ്റ് തൊട്ട് അത് റിവേഴ്സ് ഓർഡറിൽ കാണിച്ചു തരും. നമ്മൾ ഇത്രയും കമ്മിറ്റ്സ് ആണ് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഓരോന്നും നോക്കാം. ഞാൻ നിങ്ങളോട് ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കമ്മിറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നു. അപ്പൊ ഫസ്റ്റ് വൺ അതിന്റെ ആ ഒരു യുണീക്ക് ഐഡന്റിഫയർ ആണ്. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഷാ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഹെക്സാഡെസിമൽ ലോങ് സ്ട്രിങ് ആണ്. ഇത് നമ്മുടെ റിവിഷൻ നമ്പർ അല്ല കേട്ടോ. റിവിഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ മെർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് എൻഡിൽ ഇൻക്രിമെന്റ് ആയിട്ട് വരുന്ന നമ്പർ ആണ്. ആ നമ്പർ നമ്മുടെ ഒരു ന്യൂമറിക്കൽ നമ്പർ ആണ്, നമുക്ക് മനസ്സിലാവുന്ന ഒരു നമ്പറാണ്, നമ്മൾ റെഫറൻസിന് യൂസ് ചെയ്യും. പക്ഷെ ഇത് ഒരു യുണീക്ക് ഐഡന്റിഫയർ ആണ്. ഓരോ കമ്മിറ്റിന്റെയും അത് ഗിറ്റ് തന്നെ ജനറേറ്റ് ചെയ്യുന്നതാട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മുടെ ബ്രാഞ്ച് ഏതാണ്, ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ച് ഏതാണ്. ഞാൻ ബ്രാഞ്ചിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഒരു ലോക്കൽ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്, ലോക്കൽ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് ബ്രാഞ്ച് സ്വിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ബ്രാഞ്ച് ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മാസ്റ്റർ ബ്രാഞ്ച് ആണ്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പോയിന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓദർ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കോൺഫിഗറേഷനിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഓദർ, കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഓദറും അതുപോലെ ഇമെയിൽ ഐഡിയും ടൈം സ്റ്റാമ്പും ഡേറ്റ് ആൻഡ് ടൈം ഡീറ്റെയിൽസ് ഒക്കെയാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും കാണുക. ഇനി നിങ്ങൾക്ക് ഇതൊരു ഷോർട്ട് ആയിട്ട് കാണണം എന്ന് വിചാരിച്ചു, അതായത് അതേപോലെ തന്നെ നമ്മുടെ കൊടുത്തിരിക്കുന്ന കമന്റ്, ഇതുകൊണ്ടാണ് കമന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത കമന്റ്സ് തൊട്ട് എല്ലാ കമന്റ്സും ഉണ്ട്. എന്റെ കമന്റ് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ കൊടുക്കുക, മീനിങ് ഫുൾ ആയിട്ട് കൊടുക്കുക. നമ്മളിത് പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം അല്ലേ. ഇനി നിങ്ങൾക്കിത് ഷോർട്ട് ആയിട്ട് കാണണം എന്ന് വിചാരിച്ചോ, ഈ ഓദറും ടൈം സ്റ്റാമ്പും ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ ഒരു ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് നമുക്ക് എടുത്തു നോക്കണം. അങ്ങനെയാണെങ്കിൽ ഗിറ്റ് ലോഗ് കഴിഞ്ഞിട്ട് സ്പേസ് 1 ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ ജസ്റ്റ് കണ്ടോ, നമ്മുടെ ആ ഒരു മറ്റേ ഹെക്സാഡെസിമലിന്റെ ഒരു ചെറിയൊരു പോർഷനും പിന്നെ ജസ്റ്റ് നമ്മുടെ മാസ്റ്ററും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിരിക്കുന്ന എല്ലാ കമ്മിറ്റ്സിന്റെയും ജസ്റ്റ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ആ കൊടുത്തിരിക്കുന്ന കമ്മിറ്റ് മെസ്സേജ് മാത്രമായിട്ട് നമുക്ക് എല്ലാ കമ്മിറ്റ്സും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റാണ് കൊടുത്തെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ആ ഒരു ഹിസ്റ്ററി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സിംഗിൾ ലൈനിൽ കാണാൻ വേണ്ടി -1 ലൈൻ കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഇത് ഡിസെൻഡിങ് ഓർഡറിലാണ് കാണിക്കുന്നതെന്ന്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും ആദ്യം കാണിക്കുന്നത്, ഏറ്റവും ഓൾഡർ ആയിട്ടുള്ളതായിരിക്കും ഏറ്റവും ലാസ്റ്റ് വരുന്നത്.
ഇതിനെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് കമാൻഡിന്റെ കൂടെ /റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. എന്തായി തിരിഞ്ഞു വന്നത് കണ്ടോ? ഏറ്റവും ഫസ്റ്റ് കമ്മിറ്റ് തൊട്ട് ലേറ്റസ്റ്റ് കമ്മിറ്റ് വരെ അസെൻഡിങ് ഓർഡറിൽ കാണിക്കും. അപ്പൊ ലോഗ് റിലേറ്റ് ചെയ്തിട്ട് ഇനിയും കുറെ കമാൻഡ്സ് ഉണ്ട്. ബേസിക്സ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കമാൻഡ്സ് മതി. അതായത് ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് git log കമാൻഡ് യൂസ് ചെയ്യാം. സിംഗിൾ ലൈനിലാണെങ്കിൽ 1 ലൈൻ കമാൻഡ്, ഓർഡർ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് കമാൻഡ് യൂസ് ചെയ്യാം. ബ്രാഞ്ചിനെ പറ്റി നിങ്ങൾ ഇപ്പൊ ടെൻഷൻ ആവേണ്ട, അത് ഞാൻ ലേറ്റർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മളൊരു എൻറ്റയർ കമ്മിറ്റ്സിന്റെ ലോഗ് കണ്ടില്ലേ? ഇനി നമുക്കൊരു സ്പെസിഫിക് കമ്മിറ്റിന്റെ ഡീറ്റെയിൽ കാണണം. അതായത് ഇപ്പോ ഇതിന് ഞാൻ പറഞ്ഞു ഓരോ കമ്മിറ്റിനെയും നമ്മൾ ഓരോ യുണീക്ക് ഐഡന്റിഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസാണ് കേട്ടോ ഈ പോയിന്റർ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബ്രാഞ്ച് പോയിന്റർ ഉണ്ടാവും. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കമ്മിറ്റിലേക്ക് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ ഒരു കമ്മിറ്റ് നടക്കുന്ന സമയത്ത് ബിഹൈൻഡ് സൈഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെറ്റാഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ കൂടത്തിൽ പറഞ്ഞാണ് ഈ പോയിന്റർ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം നിൽക്കുന്ന ഏത് ലേറ്റസ്റ്റ് കമ്മിറ്റിലേക്കായിരിക്കും ഈ ഒരു പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ഒരു കമ്മിറ്റ് വരുന്ന സമയത്ത് പോയിന്റർ അപ്ഡേറ്റ് ചെയ്യുന്നത് സ്റ്റാക്ക് പോയിന്റേഴ്സ് ഡാറ്റ സ്ട്രക്ചറിൽ പോയിന്റേഴ്സ് വരച്ചിട്ടില്ലേ, അത് തന്നെ നമ്മൾ ലേറ്റസ്റ്റ് കമ്മിറ്റിലേക്കായിരിക്കും ഈ പോയിന്റർ പോയിന്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പം നമ്മൾ ഈ സ്റ്റാക്കിന്റെ ഒക്കെ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഡാറ്റ സ്ട്രക്ചറിന്റെ ആ ഒരു കോഴ്സ് നോക്കിയാൽ മതി കേട്ടോ. അവിടെ ഞാൻ എല്ലാ ടൈപ്പ് ഡാറ്റ സ്ട്രക്ചറും പോയിന്റേഴ്സ് ഒക്കെ എന്താണ് JS ജാവാസ്ക്രിപ്റ്റ് ത്രൂ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീരെ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു റെഫറൻസ് പോയിന്റർ, അവരേക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം അത്രേ വിചാരിച്ചാൽ മതി. അപ്പൊ പോയിന്റ് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്മിറ്റിലേക്കായിരിക്കും. ഓരോ കമ്മിറ്റ് വരുന്ന സമയത്തും ഈ പോയിന്റർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ന്യൂ കമ്മിറ്റിലേക്ക്. അപ്പൊ നമുക്ക് ഈ പോയിന്റർ യൂസ് ചെയ്തിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു സ്പെസിഫിക് കമ്മിറ്റിന്റെ ഡീറ്റെയിൽസ് അറിയണം അല്ലെ? അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ആ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസും ഫയൽസും എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോ കമാൻഡ് യൂസ് ചെയ്യണം. ഷോ സ്പേസ് നമ്മൾ ആ കമ്മിറ്റിന്റെ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഹെഡ് പോയിന്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സ് കൊടുത്തിട്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടില്ലേ, ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഒരു കമ്മിറ്റിന്റെ ലേറ്റസ്റ്റ് കമ്മിറ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുത്ത് നോക്കാം. 8 മൊത്തമായിട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. അതിന് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ട്രിങ് കൊടുത്താൽ മതി. എൻ്റർ അടിക്കുക. കംപ്ലീറ്റ് കൊടുക്കാത്തോണ്ടാന്ന് തോന്നുന്നു. നോക്കട്ടെ. 685 ഇവിടെ കണ്ടോ? നിങ്ങളുടെ ആ ഒരു നേരത്തെ നമ്മൾ കണ്ട ഓർഡർ ഡേറ്റ് ഡീറ്റെയിൽസിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഡിഫ് എടുത്തപ്പോൾ കണ്ട ഡിഫറൻസ് ഇല്ലേ? അതായത് കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡിഫ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന്റെ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നതും ഇതിനോട് റിപ്പോസിറ്ററിയിലുള്ള ഫയലും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള ആ വേർഷൻ, അത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതായത് റിപ്പോസിറ്ററിയിലുള്ള ഫയലിൽ നിന്ന് നമ്മൾ ഈ കമ്മിറ്റ് ചെയ്ത സമയത്ത് ഈ ഫയലിലേക്ക് ഒരു പുതിയ ലൈൻ റിമൂവ് ആയിട്ടുണ്ട്. സോറി, ഒരു എക്സിസ്റ്റിംഗ് ലൈൻ റിമൂവ് ആയിട്ടുണ്ട്, പുതിയൊരു ലൈൻ ആഡ് ആയിട്ടുണ്ട്. ആ കമ്മിറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ച് നമുക്ക് ലേറ്റർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിന്റെ യുണീക്ക് ഐഡന്റിഫയർ ത്രൂ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഇഷ്യൂ എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ആക്ച്വലി നമുക്ക് കംപ്ലീറ്റ് ആർഗ്യുമെന്റ് കൊടുക്കാതെയും ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇതിന്റെ കാണാൻ ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നമുക്കൊരു സ്പെസിഫിക് കമ്മിറ്റിന്റെ, ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു കമ്മിറ്റിന്റെ മൊത്തം ഫയൽസും ഫോൾഡേഴ്സും മാത്രം നമുക്ക് കാണണം. അപ്പൊ നമുക്ക് ഒരു ട്രീ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് കാണാം. അതായത് നമുക്ക് വിഷ്വലി കാണാൻ ഏറ്റവും എളുപ്പമുള്ളത് ഒരു ട്രീ സ്ട്രക്ചർ അല്ലെ? അവിടെ നോട്ട്സ് ഉണ്ടാവും. ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അറിയില്ലാത്തവർ എഗെയിൻ എന്റെ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ കോഴ്സ് ഒന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് ഫോൾഡേഴ്സും ഫയൽസും ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. ഫോൾഡേഴ്സിനെ ഫയൽസിനെ ഒരു ഇവിടെ നമുക്ക് വിഷ്വലി ട്രീ ഫോർമാറ്റ് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഐഡന്റിഫയർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ട്രീ കമാൻഡ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിനെ ഐഡന്റിഫൈ മീൻസ് ഇതിന്റെ ടോട്ടൽ ഫയൽസും ഫോൾഡേഴ്സും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ls-tree എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് കൊടുക്കുക. ഇവിടെ ബ്ലോബ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫയലിനെ ആയിരിക്കും. ഈ എന്തെങ്കിലും ഡയറക്ടറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ട്രീ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ബ്ലോബിന്റെ സ്ഥലത്ത് നിങ്ങൾക്ക് ട്രീ എന്ന് പറഞ്ഞ് കാണാൻ പറ്റൂ കേട്ടോ. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒന്നും കൂടെ ഇതെടുക്കാം. നമ്മുടെ ഈ ഒരു ലോക്സിന്റെ കേസിൽ നമുക്ക് ഇതും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഫോൾഡേഴ്സും കൂടെ വന്നിട്ടില്ലേ? B7 B3 7 ഫോൾഡർ വന്നിട്ടില്ല.
നമ്മൾ ഇതുവരെ ഫോൾഡേഴ്സിനെ കമ്മിറ്റ് ചെയ്തിട്ടില്ല, അല്ലെ നമ്മൾ ഫയൽസിന് മാത്രമേ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത് ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഗ്സിന് വേണ്ടിയിട്ട്, അത് ഗിറ്റ് ഇഗ്നോർ ചെയ്ത് കളയുമല്ലോ. ഓക്കെ, സോറി കേട്ടോ. അത് നിങ്ങളൊരു ഫോൾഡറും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ബ്ലോബിന്റെ സ്ഥാനത്ത് ട്രീ വരും, ആ ഒരു ഹെക്സാഡെസിമൽ ആ ഒരു സ്ട്രിങ്ങും അതുപോലെ തന്നെ ഫയൽസും. അപ്പൊ നമുക്ക് ഫയൽസിനെയും ഫോൾഡേഴ്സിനെയും മാത്രമായിട്ടൊരു ട്രീ ഫോർമാറ്റ് എക്സാക്ട് നിങ്ങൾ ഡാറ്റ സ്ട്രക്ചറിൽ കാണുന്ന ട്രീ ഡയഗ്രം ഒന്നും ഇതിന് ഡ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം, എന്താ പറയാ, ഇത് ബ്ലോബും ട്രീയും വെച്ചിട്ട് ഫയൽസിനെ കിട്ടും. അപ്പൊ ആ കമ്മിറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസിനെയും ആ കമ്മിറ്റിൽ വന്നിരിക്കുന്ന ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സിനെയും നമുക്ക് ഈ രണ്ട് കമാൻഡ്, ഷോ കമാൻഡും lstree കമാൻഡും ത്രൂ ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു കമാൻഡ് പഠിക്കാം. ഫസ്റ്റ് ഞാൻ ഈ ഗിറ്റ് സ്റ്റാറ്റസ് എടുക്കുവാണ്. ഇപ്പൊ നമ്മുടെ കേസിൽ ഒരു demo.txt ഫയലേ നമുക്ക് മോഡിഫൈഡ് ഫയൽ ആയിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് അതിനൊന്ന് ഗിറ്റ് ആഡ് ചെയ്യുക കേട്ടോ. ഗിറ്റ് ആഡ് ചെയ്ത് ഇട്ടു. എഗെയിൻ ഈ ടെർമിനൽ ഒന്നും കൂടെ ക്ലിയർ ചെയ്തിട്ട് സ്റ്റാറ്റസ് എടുക്കുക. അപ്പൊ നമ്മളിവിടെ സ്റ്റേജ്ഡ് ആയി അല്ലെ, demo.txt ഫയൽ സ്റ്റേജ്ഡ് ആയി. ഇനി എനിക്കൊരു അതായത് ഞാൻ കുറെ എൻ്റെ ഒരു 10-15 ഫയൽ എനിക്ക് ഒരു കമ്മിറ്റിൽ പോവാനുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു 15 ഫയലേ എനിക്ക് ഒരു കമ്മിറ്റിൽ പോവാനുള്ളൂ. പക്ഷെ ഞാൻ ഒരു ഫയലും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് പോയി. ഇപ്പൊ എക്സാമ്പിൾ കോൺഫിഗറേഷൻ ഫയലോ നമ്മൾ ഇഗ്നോർ ഫയലിൽ ആഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ അടുത്ത കമ്മിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഫീച്ചറിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫയലും കൂടെ അറിയാതെ ഇതിന്റെ ഉള്ളിൽ പെട്ടുപോയി. അല്ലെങ്കിൽ നമ്മൾ അലേർട്ട് ഇട്ട ഒരു ഫയൽ അറിയാതെ ജസ്റ്റ് ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അലേർട്ട് ഇട്ട ഒരു ഫയലായിരുന്നു, അതും കൂടി ഇതിന്റെ കൂടെ കയറി വന്നു. അപ്പൊ നമുക്ക് ഇതിനെ സ്റ്റേജ്ഡ് ഏരിയയിൽ നിന്ന് ഇതിനെ റിമൂവ് ചെയ്തിട്ട് മോഡിഫൈഡിലേക്ക് കൊണ്ടുവരണം. അതായത് എന്റെ ചിലപ്പോൾ ആ ഫയൽ നമ്മുടെ ഒരു പുതിയ ഫീച്ചറിന്റെ ഫയൽ ആയിരിക്കും, ആ ഫയലിന്റെ ചേഞ്ച് നമുക്ക് കളയാൻ പാടില്ല. എനിക്ക് ഈ കമ്മിറ്റിൽ ആ ഫയൽ പോവരുത്, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് ചെയ്ത് ഞാൻ പറയാൻ കാരണം, വർക്കിംഗ് ഡയറക്ടറിയിൽ ആ ഫയൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ എന്റെ ഈ കമ്മിറ്റിൽ സ്റ്റേജിങ് ഏരിയയിൽ ആ ഫയലിനെ റിമൂവ് ചെയ്യണം. അപ്പൊ അതിന് ഒരു കമാൻഡ് ഇവർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഗിറ്റ് റീസ്റ്റോർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് സ്റ്റേജ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ കമാൻഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഗിറ്റ് റീസ്റ്റോർ സ്റ്റേജ്ഡ് മസ്റ്റ് ആയിട്ടും കൊടുക്കണം, ഇല്ലെങ്കിലത്തെ കുഴപ്പം ഞാൻ പറയാം കേട്ടോ, കുറച്ച് കഴിയട്ടെ. demo.txt എന്ന് കൊടുക്കൂ. ഇനി നമുക്കൊന്നും കൂടെ സ്റ്റാറ്റസ് കമാൻഡ് വെച്ച് ചെക്ക് ചെയ്താൽ ഇവിടെ കണ്ടോ, സ്റ്റേജ്ഡിൽ നിന്ന് അൺസ്റ്റേജ്ഡിലേക്ക് മാറി, മോഡിഫൈഡിലേക്ക് മാറി. ഇപ്പം ഈ ഒരു ഫയല് എന്റെ വർക്കിംഗ് ഡയറക്ടറിയിൽ എക്സിസ്റ്റിംഗ് ആണ്, പക്ഷെ എവിടെയില്ല, എന്റെ ഇവിടെ, അതായത് എന്താ പറയാ, എന്റെ സ്റ്റേജിങ് ഏരിയയിൽ ആ ഫയൽ ഇല്ല. അപ്പൊ സേഫ് ആയിട്ട് കമ്മിറ്റ് ചെയ്യാം. ഇനി നമുക്ക് തോന്നുവാണ് ഞാൻ വെറുതെ കുറെ അലേർട്ട് മെസ്സേജ് ഇട്ടതാണ്, എനിക്ക് ഫയലിന്റെ ഈ ഒരു പുതിയ ചേഞ്ചസ് എനിക്ക് ആവശ്യമേ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം റെപ്പോസിറ്ററിയിലുള്ള ഫയലിന്റെ പേഷനിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അതായത് എനിക്ക് ഈ ചേഞ്ചസ്, ഇപ്പോൾ ഉള്ള ചേഞ്ചസ് എല്ലാം ഡിസ്കാർഡ് ചെയ്ത് കളയണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റേജ്ഡ് റിമൂവ് ചെയ്താൽ മതി. അതാണ് സ്റ്റേജ്ഡ് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ സ്റ്റേജ്ഡ് ഇല്ലാതെ ഗിറ്റ് റീസ്റ്റോർ മാത്രം കൊടുത്തിട്ട് ഫയൽ നെയിം .txt, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് ചെയ്യാട്ടോ. പീരിയഡ് സിമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ എല്ലാ ഫയൽസും എന്താ പറയാ ഡിസ്കാർഡ് ആയി പോകും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു വർക്കിംഗ് ഡയറക്ടറിന്നും കൂടി ഈ ചേഞ്ച് ഡിസ്കാർഡ് ആവും. ഞാനൊന്ന് എൻ്റർ ചെയ്തിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് എടുത്ത് കാണിച്ചു തരാം. നത്തിങ് ടു കമ്മിറ്റ്, വർക്ക് സ്പേസ് ഈസ് ക്ലീൻ, വർക്കിംഗ് ട്രീ ക്ലീൻ ആയി. അതായത് എന്റെ demo.txt എനിക്ക് കമ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ചിരുന്ന പുതിയ ചേഞ്ചസ് റിമൂവ് ആയിട്ട് ഒരു എക്സാക്ട്ലി സ്റ്റേജിങ് ഏരിയന്റെ, ഇപ്പം സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ റിപ്പോസിറ്ററി എന്ന ഫയലിന്റെ സ്നാപ്ഷോട്ട് എടുത്ത് ഇവിടെ റീപ്ലേസ് ചെയ്യും. ഇനി വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റേജിങ് ഏരിയ എന്ന ഫയലിന്റെ, അതായത് റിപ്പോസിറ്ററിയിലുള്ള ഫയലും സ്റ്റേജിങ് ഏരിയയിലും ഗിറ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ, ആ ഫയൽ സെയിം ആയിരിക്കും, അതിന്റെ സ്നാപ്ഷോട്ട് എടുത്ത് ഇവിടെ റീപ്ലേസ് ചെയ്യും. സോ ഈ ഫയലിന്റെ ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫയലിന്റെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ചേഞ്ചസ് ഒക്കെ ഡിസ്കാർഡ് ആവും. സോ ഈ ഒരു റീസ്റ്റോർ കമാൻഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനലി നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും ഈ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഗിറ്റ് ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ആണല്ലേ. അതായത് ഗിറ്റിന് ഒരു എല്ലാ ഫയൽസ്, ആ ഒരു ഫയലിന്റെ മേലെ ഇതുവരെ അതൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ തൊട്ട് ഇപ്പൊ വരെ വന്നിരിക്കുന്ന ചേഞ്ചസ് എല്ലാം ആ ഫയലിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇൻ കേസ് ഇപ്പൊ എന്തെങ്കിലും നമുക്കൊരു റിലീസ് പോയി, അല്ലെങ്കിൽ ടെസ്റ്റ് സെർവറിലേക്ക് നമ്മൾ മെർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടു, അതൊരു ക്രിട്ടിക്കൽ ഫയൽ ആയിരുന്നു, എനിക്ക് അതിന്റെ പ്രീവിയസ് വേർഷനിലേക്ക് റീസ്റ്റോർ ചെയ്യണം. അപ്പൊ എന്താ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ഞാൻ ഇപ്പം എന്റെ സിസ്റ്റത്തിലുള്ള ഒരു ഡെമോ ഫയലില്ലേ, അപ്പം ഗിറ്റ് ആറും വെച്ചിട്ട് ഈ ഒരു demo.txt ഫയലിനെ ഞാൻ റിമൂവ് ചെയ്യുവാണ്. അപ്പൊ എന്തായി, നമ്മൾ ഗിറ്റാറും യൂസ് ചെയ്തത് കൊണ്ട് അത് സ്റ്റേജിങ് ഏരിയയിൽ നിന്നും ഇവിടെ വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്നും ആ ഫയൽ റിമൂവ് ആയിപ്പോയി. അപ്പൊ നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് എടുത്ത് നോക്കാം.
ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഗിറ്റ് ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ഇതൊന്നും കൂടെ കമ്മിറ്റും കൂടെ ചെയ്യാം. ഗിറ്റ് കമ്മിറ്റ് -m delete ഡെമോ ടെക്സ്റ്റ് ഫയൽ എന്ന് കൊടുത്തു. അത് കമ്മിറ്റ് ആയി. അപ്പം 1 ഫയൽ ചേഞ്ച്ഡ് 1 ഡിലീഷൻ. നമ്മുടെ ആ demo.txt ഫയൽ ഡിലീറ്റ് ആയി. ഇനി ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യുവാണേ. ക്ലിയർ ചെയ്തിട്ട് ഇനിയിപ്പോ നമ്മുടെ ഇഷ്യൂ എന്താ, ഞാൻ ഈ ഗിറ്റ് ഹിസ്റ്ററിയും കൂടി എന്നിട്ട് കാണിച്ചു തരാം. ഗിറ്റ് ലോഗ് 1 ലൈൻ. അപ്പം നമ്മൾ demo.txt ഫയൽ ഡിലീറ്റ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ഇനി എനിക്ക് റീസ്റ്റോർ ചെയ്യണം. അയ്യോ, ഞാൻ അറിയാതെ ആക്സിഡന്റലി ഡിലീറ്റ് ചെയ്ത് പോയതാണ്. എന്റെ ഗിറ്റ് റെപ്പോസിറ്ററി ഫയൽ ഇല്ല, സ്നാപ്ഷോട്ട് ഏരിയയിലും ഇല്ല, എവിടെയും ഈ ഫയൽ ഇല്ലാത്ത ഒരു അവസ്ഥയായില്ലേ. അപ്പൊ നമുക്ക് ഇത് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആണ് കേട്ടോ. ഗിറ്റിന് എന്റെ റെപ്പോസിറ്ററിയിൽ ഇതിന്റെ ഒരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് റീസ്റ്റോർ ചെയ്യാം. അപ്പൊ റീസ്റ്റോർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റീസ്റ്റോർ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പം ഗിറ്റ് നമ്മൾ ജസ്റ്റ് വർക്കിംഗ് ഡയറക്ടറി എന്നാണ് റിമൂവ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റോർ കമാൻഡ് കൊടുക്കുമ്പോൾ അത് ആ സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് റീസ്റ്റോർ ചെയ്യും. ഇനി സ്റ്റേജിങ് ഏരിയയിൽ ഈ ഫയൽ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ ഹിസ്റ്ററിയിൽ നിന്ന് എടുത്തിട്ട് വന്ന് ഇതാക്കും. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ എവിടെ നിന്നാണ് എടുക്കേണ്ടത്, അതിന്റെ സോഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ സോഴ്സ് ആയിട്ട് നമുക്ക് ഇപ്പൊ ഹെഡ് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് അതിന്റെ തൊട്ട് പ്രീവിയസ് കമ്മിറ്റിയിൽ നിന്ന് എടുത്തിട്ട് വരും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ. അപ്പൊ ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ഒരു യുണീക്ക് ഐഡന്റിഫയർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 8FE6AD5. ഇനി ഏത് ഫയലാണോ എനിക്ക് റീസ്റ്റോർ ചെയ്യേണ്ടത് ആ ഫയൽ നെയിം കൂടെ കൊടുക്കുക. ഈ demo.txt ഫയലാണ് റീസ്റ്റോർ ചെയ്യേണ്ടത്. സോറി, ഡെമോ കൊടുത്തു അല്ലേ. ഇനി നമുക്കൊന്നും കൂടെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാലോ. അൺട്രാക്ട് ഫയൽ ആയിട്ട് ആഡ് ചെയ്തു വന്നു. മനസ്സിലായോ? അതായത് ഇവിടെ അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് നല്ലൊരു വശം എന്ന് പറയുന്നത് ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ, നമുക്ക് ഈസി ആയിട്ട് പ്രീവിയസ് സ്റ്റേഷനിലേക്ക് റോൾ ബാക്ക് ചെയ്യാമെന്ന്. നമുക്കൊരു സിംഗിൾ കമാൻഡിൽ വേണമെങ്കിലും ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് മൾട്ടിപ്പിൾ ഫയൽസ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാട്ടോ. സ്പേസ് ഇട്ടിട്ടോ ഡോട്ട് ഇട്ടിട്ടോ ആ ഒരു കമ്മിറ്റിൽ വന്നിരിക്കുന്ന എല്ലാ ചേഞ്ചസിനെയും നമുക്ക് എന്ത് ചെയ്യാം, റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും.